ഹായ്, ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ്. മാത്സിൽ നമ്മൾ കുറേ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യുകയായിരുന്നു? ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് പുതിയൊരു ആക്ടിവിറ്റി നോക്കിയാലോ? അതിനായിട്ട് മമ്മിയോട് പറഞ്ഞ് പേജ് നമ്പർ 67 എടുത്തു തരാൻ പറയൂ. എടുത്തു തന്നു കഴിഞ്ഞാൽ അവിടെ തന്നിരിക്കുന്ന ആക്ടിവിറ്റി ഞാൻ വായിച്ചു തരാം. എടുത്തു കഴിഞ്ഞോ? ഓക്കെ. Drop one more ball into the group and rate the total number of balls. അവിടെ കുറെ ബോൾസ് തന്നിരിക്കുകയാണ് ഓരോ ബോക്സിലും. ആ ബോക്സസിലുള്ള ബോൾസ് കൗണ്ട് ചെയ്യണം. അവിടെ എക്സ്ട്രാ ഒരു ബോളും കൂടെ തന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എത്രയാവും? എക്സ്ട്രാ വരുന്ന ആളെയും കൂടെ ചേർത്തുമ്പോൾ എത്രയാവും എന്നുള്ളത് നമ്മൾ അവിടെ കൗണ്ട് ചെയ്ത് എഴുതണം. ഓക്കെ. ഫസ്റ്റ് വൺ നോക്കൂ. അവിടെ 5 ബോൾസ് ഉണ്ട്. അതിന് കൂടുതൽ ഒരാളെയും കൂടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ 1 ഒരു ബോള്, പിന്നെയോ 1 2 3 4 5 ബോൾസ്. ഇത് രണ്ടും ചേർന്നാൽ എത്ര ബോൾസ് ആവും? താഴെ ആ എല്ലാ ബോൾസും കൂടെ താഴെ അടുക്കി വെച്ചിട്ടുണ്ട്. 1 2 3 4 5 6. എത്ര ബോളായി? 6 ആയി. 5 ബോൾസിന്റെ കൂടെ 1 ബോൾ ആഡ് ആയാൽ 6 ആയി. അപ്പൊ നിങ്ങൾ ആ താഴത്തെ ചെറിയൊരു റൗണ്ട് പോലൊരു ബോക്സ് ഒന്നും ഉണ്ടോ എലിപ്സ് ഷേപ്പില്? അവിടെ എന്ത് കൊടുക്കണം? 6 എന്ന് എഴുതണം. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ, അവിടെ 8 ബോൾസ് ഉണ്ട് സെന്ററിൽ. അതിന്റെ കൂട്ടത്തിൽ മുകളിൽ ഒരു 1 ബോൾ കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ്. 8ന്റെ കൂടെ 1 ബോൾ കൂടെ വന്നപ്പോൾ എത്ര ബോളായി എന്ന് അറിയാനായിട്ട് താഴത്തുള്ള ബോൾസ് എണ്ണി നോക്കണം. 1 2 3 4 5 6 7 8 9 ബോൾസ് ആയി. 8ന്റെ കൂടെ 1 ബോൾ ആഡ് ആയാൽ 9 ബോൾസ് ആയി. അപ്പൊ അവിടെ എന്ത് ചെയ്യുക? 9 എന്ന് എഴുതുക. നിങ്ങൾ ഓരോന്നും കൗണ്ട് ചെയ്യണം. 1 കൗണ്ട് ചെയ്ത് നോക്കണം, പിന്നെ 8 കൗണ്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൽ 9 തന്നെയാണ് ഉള്ളതെന്ന് അഷ്യൂർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ അവിടെ എഴുതാൻ. ഓക്കെ, എൻഷ്യൂർ ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് നോക്കൂ, ഒരു ബോൾ ഉണ്ട് അവിടെ 1. ദെൻ അവിടെ 4 ബോൾസ് തന്നിട്ടുണ്ട്. 1ഉം 4ഉം കൂടെ ചേർന്നാൽ എത്രയാവും മക്കളെ? എത്രയാവുക അതറിയാൻ അവിടെ കൗണ്ട് ചെയ്ത് നോക്കൂ. 1 2 3 4 5 ആണ് ആവുക. അപ്പൊ നമ്മൾ അവിടെ 5 എഴുതി കൊടുക്കണം. പിന്നെയോ 1 ഉണ്ട്, 12 ഉണ്ട്. 12ഉം 1ഉം ചേർന്നാൽ എത്രയാവും? കൗണ്ട് ചെയ്ത് നോക്കൂ. കൗണ്ട് ചെയ്ത ശേഷം ആ ബോക്സിൽ എഴുതണം. അതുപോലെ 1ഉം 16ഉമാണ് തന്നിരിക്കുന്നത്. 16ന്റെ കൂടെ 1 കൂടുതലായാൽ എത്രയാവും? അതറിയാനായിട്ട് അവിടെ കൗണ്ട് ചെയ്ത് നോക്കുക. കൗണ്ട് ചെയ്ത ശേഷം താഴത്തുള്ള എലിപ്സിൽ എഴുതി കൊടുക്കുക. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി ആണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി നിങ്ങൾ വേണമെങ്കിൽ ഗ്യാപ്പ് എടുത്ത് ചെയ്താൽ മതി. ഞാനിപ്പോ പറഞ്ഞുതരാം. പറഞ്ഞത് കേട്ട് വെക്കുക, മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ. കംപ്ലീറ്റ് ദ ബോക്സസ് വിത്ത് നമ്പേഴ്സ് ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യാനാണ്. 5 + 1 നമ്മളിപ്പോ പഠിച്ച അതേ ആക്ടിവിറ്റിയുടെ കണ്ടിന്യൂവേഷൻ ആണ് ഇതും കേട്ടോ. അപ്പോ 5ന് കൂടെ 1 ചേർന്നാൽ പ്ലസ് ആഡ് ആവാണ്. 5ന് കൂടെ 1 ചേർന്നാൽ എത്രയാവും? 5 കഴിഞ്ഞാൽ എത്രയാ? 1 2 3 4 5 6 ആവും. ഇവിടെ 6 എഴുതി കൊടുക്കുക. അടുത്ത 6ന് കൂടെ 1 ചേർന്നാലോ? 1 2 3 4 5 6 7. 6ന്റെ കൂടെ 1 ചേർന്നാൽ 7. 6 കഴിഞ്ഞാൽ 7. അപ്പൊ അവിടെ 7 എഴുതി കൊടുക്കുക. അടുത്തത് 7 + 1 ആണ്. 7ന്റെ കൂടെ 1 ചേർന്നാൽ എത്രയാ? 1 2 3 4 5 6 7 8. 7ന്റെ കൂടെ 1 ചേർന്നാൽ 8 എന്ന് എഴുതി കൊടുക്കുക. അടുത്ത 8 + 1 ആണ്. 8 + 1 എന്താണെന്ന് അറിയാൻ നിങ്ങൾ 8 കഴിഞ്ഞ് ഒന്നുകൂടെ കൗണ്ട് ചെയ്യണം. അപ്പൊ 8 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ വരുന്നവരെ നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് അവിടെ എഴുതണം. അതേപോലെ 9 + 1 ഉണ്ട്. 9 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ വരുന്നവരെ നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കിയിട്ട് അവിടെ എഴുതുക. അടുത്ത 10 + 1 ഉണ്ട്. 10 കഴിഞ്ഞാൽ അടുത്ത നമ്പർ വരുന്നവരെ നിങ്ങൾ കൗണ്ട് ചെയ്യുക. എന്നിട്ട് അവിടെ എത്രയാണെന്ന് എഴുതുക. ഓക്കെ. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ? റേറ്റ് ദ നമ്പേഴ്സ് ദാറ്റ് കംസ് ബിഫോർ. ഓക്കെ. ഇവിടെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അതിന് മുമ്പിലുള്ള നമ്പർ മിസ്സിംഗ് ആണ്. ആ നമ്പറാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. 4 എന്നാണ് നമ്മൾക്ക് ആദ്യം ലഭിച്ചിരിക്കുന്ന നമ്പർ. 4 എന്ന നമ്പറിന് തൊട്ട് മുമ്പിലുള്ള നമ്പർ ആരാ? അപ്പൊ നമ്മൾ കൗണ്ട് ചെയ്യുക. 4 വരെ കൗണ്ട് ചെയ്യുക. 1 2 3 4. 4ന് തൊട്ട് മുമ്പായിരുന്നു 1 2 3 ആണ്. അപ്പൊ അവിടെ 3 എഴുതി കൊടുക്കുക. 4ന് തൊട്ട് മുമ്പ് 3 ആണ്. അതുകൊണ്ട് 3 എഴുതി കൊടുക്കുക. അടുത്ത ഇവിടെ തന്നിരിക്കുന്നത് 7 ആണ്. 7ന് തൊട്ട് മുമ്പ് ആരാ വരിക? 1 2 3 4 5 6 7. 7ന് തൊട്ട് മുമ്പ് ആരായിരുന്നു? 6 ആണ്. അപ്പൊ നമ്മൾ അവിടെ 6 എഴുതി കൊടുക്കുക. അടുത്തത് 9 എന്നുള്ള നമ്പർ തന്നിരിക്കും. അപ്പൊ 9 വരെ കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 8 9. 9ന്റെ ബിഫോർ, 9ന് തൊട്ട് മുമ്പിലുള്ളത് ആരാണ്? ബിഫോർ 9 is 8 9. 6 7 8 9. 8 കഴിഞ്ഞാണ് 9 വരുന്നത്. അപ്പൊ 8 അവിടെ എഴുതി കൊടുക്കുക. അടുത്തത് 10 ഉണ്ട്, 12ഉം ഉണ്ട്. 10ഉം 12ഉം ഇതേപോലെ കൗണ്ട് ചെയ്തിട്ട് ജസ്റ്റ് ബിഫോർ വരുന്ന നമ്പർ ഏതാണെന്ന് നിങ്ങൾ നോക്കുക. ഇവിടെയാണ് 10 വന്നെങ്കിൽ 10ന് തൊട്ട് മുമ്പ് നിങ്ങൾ കൗണ്ട് ചെയ്ത നമ്പർ ഏതാണോ, എണ്ണിയ നമ്പർ ഏതാണോ അത് വേണം അവിടെ എഴുതി കൊടുക്കാൻ. അതേപോലെ 12ന് തൊട്ട് മുമ്പ് നിങ്ങൾ കൗണ്ട് ചെയ്ത ആ നമ്പറാണ് ഇതിന്റെ ബിഫോറിലുള്ള നമ്പർ, അത് അവിടെ എഴുതി കൊടുക്കുക. അതോടെ എന്താവും? ആ ആക്ടിവിറ്റിയും കഴിയും. ഓക്കെ. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആക്ടിവിറ്റി 10 പറഞ്ഞ പുതിയൊരു ആക്ടിവിറ്റി ഉണ്ട്. അത് നോക്കാം. അതൊന്നുമില്ല, കുറച്ച് എളുപ്പമാണ്. നിങ്ങൾക്ക് വരയ്ക്കാനാണ്, ഡ്രോ ചെയ്യാനാണ്. ഡ്രോ ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഡ്രോയിങ് ഇഷ്ടമുള്ള എല്ലാവരും, ഡ്രോയിങ് ഇഷ്ടമല്ലാത്തവരും ഇഷ്ടപ്പെടണം. ഓക്കെ.
പെൻസിൽസ് എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അവിടെ 1 to 20 വരെയുള്ള നമ്പർ എന്നുള്ളത് 1 അവിടെ കണ്ടോ, ടോപ്പിൽ 1 ഉണ്ട്. 1 തുടങ്ങി നമ്മൾ ഓർഡറിൽ എന്ത് ചെയ്യണം, 1 2 ലൈൻ വരയ്ക്കുക. ഡോട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് പോവുക. 2 3, 3 4, 4 5, 5 6, 7 8 9 10 11 12 13 14 അങ്ങനെ 20 വരെ ഡോട്ട് ഫില്ല് ചെയ്ത് പോയാൽ നമുക്ക് അവിടെ ഒരു അടിപൊളി വെഹിക്കിളിന്റെ പിക്ചർ കിട്ടും. ഓക്കെ, ആ പിക്ചർ നോക്കുക. പിക്ചർ വരച്ച് കഴിയും അപ്പോഴേക്കും. ഓക്കെ, അതുവരെ ഫില്ല് ചെയ്ത് കൊടുത്താൽ പിക്ചർ വരച്ച് കഴിയും. പിന്നെ കൗണ്ട് ആൻഡ് റൈറ്റ് ദ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഇൻ ദ സർക്കിൾ, ദെൻ മാച്ച് ദം വിത്ത് ദെയർ കറക്റ്റ് നമ്പേഴ്സ്. ഓക്കെ, അവിടെ ഒരു ബട്ടർഫ്ലൈ പോലൊരു പിക്ചർ തന്നിട്ടുണ്ട്. അതിന് സെന്ററിലായിട്ട് 6 7 5 12 എന്ന നമ്പറും തന്നിട്ടുണ്ട്. പിന്നെ സൈഡ്സിൽ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അത് നമ്മൾ കൗണ്ട് ചെയ്യണം. ഫസ്റ്റ് കുറച്ച് ഫ്ലവേഴ്സ് ആണ്. ആ ഫ്ലവേഴ്സ് എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്താലോ? കമോൺ, ലെറ്റ്സ് കൗണ്ട്. 1 2 3 4 5 6 and 7. 7 അവിടെ ആ ബോക്സിൽ 7 എന്ന് എഴുതി, സർക്കിൾ കണ്ടോ, അതിന് മുകളിൽ ഒരു വൈറ്റ് സർക്കിൾ, അതിൽ 7 എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ പിക്ചറിനെ 6 കഴിഞ്ഞ് നെക്സ്റ്റ് കാണുന്ന ബ്ലൂ കളർ 7ലേക്ക് മാച്ച് ചെയ്യുക. ലൈൻ കൊണ്ട് മാച്ച് ചെയ്യൂ. മാച്ച് ചെയ്തോ? മാച്ച് ചെയ്ത താഴെ കുറച്ച് ഇൻസെക്ട്സിന്റെ പിക്ചർ കാണാം. ആ ഇൻസെക്ട്സിന്റെ പിക്ചറിൽ കൗണ്ട് ചെയ്ത് നോക്കുക, എത്ര ഇൻസെക്ട്സ് ഉണ്ട്. 1 2 3 4 5 5 ഇൻസെക്ട്സ് ആണുള്ളത്. 5 എന്ന് സർക്കിളിൽ എഴുതുക. 5 എന്ന നമ്പർ അവിടെ കാണുന്നില്ലേ, അതിലേക്ക് വരയ്ക്കുക, ലൈൻ വരയ്ക്കുക, സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കണേ. പിന്നെ നോക്കൂ, മുകളിൽ ചോക്കോ ബേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഫേവറേറ്റ് ചോക്കോ ബേഴ്സ്. 1 2 3 4 5 6 7 8 9 10 11 12. എത്ര ചോക്കോ ബേഴ്സ് ആണുള്ളത്? 12 ചോക്കോ ബേഴ്സ് ആണുള്ളത്. അപ്പൊ നമ്മൾ ആ സർക്കിളിൽ 12 എന്ന് എഴുതി കൊടുക്കണം. അതിനുശേഷം 12 എന്ന നമ്പറിലോട്ട് മാച്ച് ചെയ്യുകയും വേണം. താഴെ 12 എന്ന നമ്പർ കാണുന്നില്ലേ, മാച്ച് ചെയ്യും. ഇനി കുറച്ച് വേംസ് കാണാം, പുഴുക്കളെ കാണാം. അത് നമ്മൾ എന്ത് ചെയ്യണം, കൗണ്ട് ചെയ്യണം. 1 2 3 4 5 6. എത്ര വേംസ് ഉണ്ട്? 6 വേംസ് ഉണ്ട്. ആ വേംസിനെ നമ്മൾ 6 എന്ന നമ്പറിലോട്ട് മാച്ച് ചെയ്യുക. മാത്രമല്ല ആ സർക്കിളിൽ 6 എന്ന് എഴുതുകയും ചെയ്യുക. അതോടെ ഇന്ന് ചെയ്യാനുള്ള ആക്ടിവിറ്റി കഴിഞ്ഞു. ഓക്കെ, ബൈ ബൈ.